ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്നറിയോ? നല്ല അടിപൊളിയായിട്ടുള്ളൊരു എഗ് ദം ബിരിയാണിയാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ദം ബിരിയാണിയാണ് കേട്ടോ. മുട്ട വെച്ചിട്ടാണെങ്കിലും നമ്മളിത് ചിക്കൻ മട്ടനൊക്കെ വെച്ചുണ്ടാക്കുന്ന സെയിം ടേസ്റ്റ് തന്നെയാണ്. നല്ല അടിപൊളിയാണ്. എന്തായാലും ഒരിക്കലും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 15 ചെറിയ ഉള്ളി, അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഇഞ്ചി ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. അതുപോലെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ എടുക്കുക കേട്ടോ. അതുപോലെ 4-5 പച്ചമുളക്, ഇത്രയും കൂടെ നമ്മളൊരു ബ്ലെൻഡറിലോട്ട് ആക്കിയിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ വെളുത്തുള്ളി അല്ലിയൊക്കെ ഒരു 7-8 എടുത്താൽ മതി. അതുപോലെ ഇഞ്ചി ആണെങ്കിൽ ഏകദേശം 1 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചിയൊക്കെ എടുത്താൽ മതി കേട്ടോ. ടേബിൾ സ്പൂൺ ആണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് 1 ടേബിൾ സ്പൂൺ എന്ന രീതിയിലാണ്. അപ്പോൾ ഇത് നമുക്കിത് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും മതി, ഒന്ന് ക്രഷാക്കി എടുത്താൽ മതി. പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണമെന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇനി വേണ്ടത് സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ഞാൻ ചെറിയൊരു സവാള ഒന്ന് ബിസ്ത പരുവത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനും ലെയറിൽ ഇട്ട് കൊടുക്കാനൊക്കെയാണ്. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചാൽ മതി. ആ ഒരു സെയിം ഓയിൽ തന്നെയാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഓയിലാവുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഇതിലോട്ട് 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തല്ല, ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്, ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയൊക്കെ ക്രഷ് ചെയ്ത് വെച്ചില്ലേ, ഈ ഒരു കൂട്ടും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു സമയത്ത് ഇതൊക്കെ ഇങ്ങനെ വഴന്ന് വരുമ്പോൾ. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം കുറച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്കിതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടികളൊക്കെ ചേർത്ത് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. 2 തക്കാളിയാണ് കേട്ടോ, മീഡിയം സൈസിലുള്ള 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു തക്കാളി ഒന്ന് വെന്ത് വടയുന്ന പരുവത്തിൽ ഇതുപോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ, നേരത്തെ നമ്മൾ വഴറ്റുന്ന സമയത്തൊക്കെ. അപ്പോൾ ഇതിലോട്ട് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ഇപ്പോൾ തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്, ഒന്ന് വടയുന്ന പരുവത്തിൽ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്, ഇത്രയും മതി. ഇനി ഇതിലോട്ട് 1 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയില 1 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 കപ്പ് പുതിന ഇലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക രണ്ടും കൂടെ. ഇനി കുറേ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് കേട്ടോ ഈ ഒരു മുട്ട ബിരിയാണി. നമ്മൾ പല രീതിയിലും മുട്ട ബിരിയാണി ഉണ്ടാക്കിയെടുക്കാറുണ്ട്, തട്ടിക്കൂട്ടലായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കുന്ന രീതിയിലും ഒക്കെ. ഈ ഒരു രീതിയിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് 1/4 കപ്പ് തൈരാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. നല്ല കട്ടിയുള്ള തൈര് 1/4 കപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി കുറേ കാര്യങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. കുറച്ച് മതി, ഒരുപാട് വെള്ളമൊന്നും വേണ്ട. നല്ല തിക്കായിട്ടുള്ള മസാല തന്നെയല്ലേ നമുക്ക് വേണ്ടത്. പക്ഷേ കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ എല്ലാം ഒരു മസാലയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഇതുപോലെ നമുക്കൊരു തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഇച്ചിരി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ, 1/4 കപ്പൊക്കെ മതിയാകും. അപ്പോൾ ചേർത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി വേണ്ടത് ഇതിലോട്ട് മുട്ടയാണ്. വേവിച്ചെടുത്തിട്ടുള്ള മുട്ട ഒരു 5 മുട്ട അല്ലാന്നുണ്ടെങ്കിൽ ഒരു 6 മുട്ടയൊക്കെ വേവിച്ച് ഇതുപോലെ 2ആയി കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ചെറിയ തീയിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് കുറച്ച് നേരം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം, തിളപ്പിച്ചെടുക്കാം. അപ്പോൾ മുട്ട കുടഞ്ഞു പോവാത്ത രീതിയിൽ ഇതുപോലെ സാവധാനം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഉപ്പ് നോക്കാം കേട്ടോ പാകത്തിനുണ്ടോയെന്ന്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ട നമ്മൾ കട്ട് ചെയ്യാതെ ഫുള്ളായിട്ടുള്ള മുട്ട മാറ്റി വെക്കാം കേട്ടോ. വേണമെങ്കിൽ എല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ ഇതിലോട്ടൊരു 5-6 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട്, മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ദമ്മിടാനായിട്ട് ഞാൻ ചോറ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ദമ്മിടുന്നത്. ഒരു ഇച്ചിരി നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരിച്ചിരി ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അടിഭാഗത്ത്.
ഇതിങ്ങനെ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരിച്ചിരി ചോറ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ടാണ് നമ്മൾ മസാല ഇട്ട് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല, നമ്മളിങ്ങനെ ലെയർ ചെയ്താണ് ഞാനിത് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരു കാൽപ്പാകം എന്ന രീതിയിൽ മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒരു കാൽപ്പാകം തന്നെ ആദ്യം ചോറ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചോറ് വേവിച്ചെടുക്കുമ്പോൾ 3/4 വേവ് എന്ന രീതിയിൽ വേവിച്ചെടുക്കുക. 3 കപ്പ് അരിയാണ് കേട്ടോ, ഏകദേശം ഈ ഒരു അളവിൽ കണക്ക് 3 കപ്പ് അരി നമുക്കിതിൽ ഉണ്ടാക്കിയെടുക്കാം. ചെറിയ അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, ബിരിയാണീൻ്റെ ചെറിയ അരിയാണ് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന. അപ്പോൾ 3/4 വേവ് മാത്രം വേവിച്ചെടുക്കുക. അതുപോലെ വാർത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിലോട്ടിപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഫ്രൈ ചെയ്തെടുത്ത കുറച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില അതുപോലെ പുതിനയിലൊക്കെ ചെറുതായിട്ട് അരിഞ്ഞതൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇച്ചിരി നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് ഗരം മസാല പൗഡർ ഒന്ന് വെതറി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് പാലിൽ മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ ഫുഡ് കളറോ അല്ലാന്നുണ്ടെങ്കിൽ കുങ്കുമപ്പൂവോ കലക്കി ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും നമ്മൾ ചോറ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു കാൽപ്പാകം ചോറിന് ഇട്ട് കൊടുത്തിട്ട് പിന്നെ വീണ്ടും മസാല ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലോട്ട് ചോറ് ഇതുപോലെ ഇങ്ങനെ ലെയർ ചെയ്ത് എടുത്താൽ മതി കേട്ടോ. നമ്മുടെ ഇതിനനുസരിച്ച് ഇങ്ങനെ ലെയർ ചെയ്ത് നമ്മൾ സാധാരണ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ നമ്മൾ ദം ബിരിയാണി ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ലെയർ ചെയ്താണ് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ മൊത്തത്തിൽ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറ് വേവിച്ചെടുക്കുമ്പോൾ ഗരം മസാലയുടെ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് ഗ്രാമ്പൂ അതുപോലെ പട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പം ഞാൻ യെല്ലോ കളർ ചേർത്തിട്ടുള്ള പാൽ ഇങ്ങനെ ഡ്രോപ്പായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും മുകളിലും ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതിലോട്ട് മല്ലിയില പുതിനയില അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഏറ്റവും ടോപ്പിലാണ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓനിയൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പ് കിസ്മിസൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരിച്ചിരി നെയ്യും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ഒരു നുള്ള് വെതറി കൊടുക്കാം കേട്ടോ ഏറ്റവും ടോപ്പിൽ. പിന്നെ നെയ്യും കൂടി ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി, കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുട്ട ഒന്ന് വേവിച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തത് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല ദമ്മായി കിട്ടാൻ വേണ്ടിയിട്ട് ഫോയിൽ പേപ്പർ, അലൂമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അത് മൂടി വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മൈദമാവ് കുറച്ച് ഇതുപോലെ ഇങ്ങനെ കട്ടിക്ക് മൈദമാവ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒന്നാക്കി കൊടുത്ത് മൂടി വെക്കുമ്പോൾ നല്ല ദമ്മിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ദമ്മിട്ടെടുക്കാം. ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ഞാൻ ദമ്മിട്ടെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ചൂടായ ഒരു ഫ്രൈ പാനും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റൊക്കെ ഒന്ന് ദമ്മിട്ടെടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഏകദേശം അരമണിക്കൂറിൻ്റെ അടുത്ത് ദമ്മിടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിത് ഫ്രൈ പാനൊക്കെ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ മണക്കലാവുമ്പോൾ ചൂടാവാനും ഒരിച്ചിരി സമയം എടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ മൂടി ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കത്തി വെച്ചിട്ട് ഇളക്കി ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ. നമ്മൾ മാവൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടല്ലേ ഉണ്ടായിരുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മുട്ട വെച്ചിട്ടുള്ള ദം ബിരിയാണിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇനി നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്